ഗഡിയോൾ അപ്പോൾ നമ്മൾ ക്യാമ്പിൽ എത്തിയേക്കാണ്. അതായത് ദുബായിൽ ജബുലേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഗൾഫ് ഏഷ്യയുടെ ക്യാമ്പ് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു ക്യാമ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയണത്. റൂമിൽ 6 പേർക്ക് അക്കോമഡേഷനാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഷേപ്പ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുറേ ഇങ്ങനെ മടക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഈ ഡ്രസ്സുകളൊക്കെ ഉണക്കാൻ ഇടാനുള്ളൊരു ഗ്യാപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ. കൂടുതൽ ആൾക്കാർ അവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ജിം അവൈലബിൾ ആണ്. മൾട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറും അവൈലബിൾ ആണ്. സ്റ്റോറിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാട് ഇതൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഞാനിപ്പോൾ ഒരു വാസലിൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനൊരു 14.75 ദിർഹം കാണിച്ചു. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ മെസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ഇവിടെ മെയിനായിട്ട് അവർ കൊടുക്കുന്നത്. നമ്മുടെ ഫുഡ് നമ്മുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്കൊരു വിഷയമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുറേ ആൾക്കാരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം, മറ്റേ റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കും. ഇത് പിന്നെ എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈന്തപ്പനയാണ്. നമ്മളത് ഈന്തപ്പഴം അത്യാവശ്യം വിളഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളർ കയറിയിട്ടുള്ളൂ. ഈ ചുവപ്പ് കളറാകുമ്പോഴാണ് കൂടുതലും മധുരം ഉണ്ടാവുക എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ സാമിയാണ് ഇതിൽ കൂടുതലും ഈ വെള്ളം നനച്ച് ഇതാണെന്ന് പരിപാലിക്കുന്നത്. സാമിയാണ്. ആളുടെ വക കുറേ കയ്യൊപ്പ് ഇതിൽ കാണാനുണ്ട്. അതായത് കുറേ തുളസിയും വാഴ, തെങ്ങ്, ചേന, ചേമ്പ് എന്ന് പറഞ്ഞ പോലെ കുറേ സെറ്റപ്പുകൾ ഇവിടെ ആളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഇത് നമ്മുടെ രാവിലെ വർക്കിന് പോയ ടീമുകളൊക്കെ വൈകുന്നേരത്ത് വർക്കും കഴിഞ്ഞ് തിരിച്ച് വന്നിറങ്ങുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ എടുത്തിട്ടേ. ഇതിപ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ഇത് കുറച്ചുകൂടി ലേറ്റായിട്ട് പിന്നെയും വണ്ടികൾ വരും. അതായത് ഓവർ ടൈം ചെയ്യുന്ന ആൾക്കാർക്കുള്ള വണ്ടികൾ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം ഒരേ കാര്യങ്ങൾ തന്നെ ആയ കാരണം കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അങ്ങ് ഒരിത് കാണിക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ ദിവസത്തെ ഓരോരോ ചെറിയ ചെറിയ കാഴ്ചകളായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.